ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ ലഭിച്ച ഈ അസുലഭ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ വീക്ഷിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം നമ്മുടെ കാലത്തേക്കുള്ള ദൂത്. നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്. അത് ഇപ്രകാരം പറയുന്നു: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികൾ ആയി തീർന്നിരിക്കുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഇനി കാലമുണ്ടാകുകയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്ത പോലെ നിവൃത്തിയാകുമെന്ന് സത്യം ചെയ്തു. ഈ പറയുന്നതായ ദൂത് ഇന്ന് അനേകം മക്കളിൽ പ്രത്യാശ നൽകുന്ന ഒന്നായിരുന്നു. എന്നാൽ 1844 അനേക ആളുകൾ അവർ ഇന്ന് കർത്താവ് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ സകല സമ്പത്തും ദാനം ചെയ്തും അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരുന്നതായ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അന്ന് കർത്താവ് വന്നില്ല. ആയതിനാൽ അവരിൽ പലരും കടുത്ത നിരാശയിലേക്കും വിഷാദത്തിലേക്കും കടന്നു പോയതായി നമുക്കറിയാം. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ നിശ്ചയപ്രകാരം ആയിരുന്നു ഇത് സംഭവിച്ചത്. ഈ ദൂത്, അന്ത്യകാലത്തേക്കുള്ള ദൂത് അങ്ങനെയൊന്നും ഇല്ല എന്ന് സാത്താനും അവൻ്റെ കൂട്ടാളികളും ഇന്ന് ക്രൈസ്തവ ജനതയെ പറഞ്ഞു പഠിപ്പിക്കുന്നു. നിങ്ങൾ അപ്രകാരം പ്രവചനത്തിലൊന്നും വിശ്വസിക്കേണ്ട, ദൈവം പ്രവചനത്തിലൂടെ അല്ല എന്നും ചില വ്യക്തികൾ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞവരായ നാം ആ വരുവാനിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച് പൂർണ്ണ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ പ്രവചനം ഇന്ന് വരെയും ഒന്നും നിറവേറാതിരുന്നിട്ടുമില്ല, സംഭവിക്കാതിരുന്നിട്ടുമില്ല. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ തന്നെ ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ പ്രവചനങ്ങൾ തൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മളെ അറിയിച്ചത് അതെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വരുവാനുള്ളതായ പ്രവചനങ്ങളെല്ലാം തന്നെ നിവൃത്തിയാകും. അതിൽ യാതൊരു വിധമായ നിസ്സംശയത്തിൻ്റെയും സ്ഥാനമില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നത് ന്യായപ്രമാണത്തിൻ്റെ ഒരു മാതൃകയാണ്. ആദ്യം മുതൽക്ക് തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനെതിരെ പലതരം വഞ്ചനകളും ഈ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും അത് തുടരുന്നു എന്നുള്ളതിൽ നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലാന്തരത്തിൽ ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ളതായ പ്രവചനങ്ങളെല്ലാം തന്നെ നിവൃത്തിയായതുപോലെ ഇനിയും നിവർത്തിപ്പാനുള്ളതായ പ്രവചനങ്ങൾ അതിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെടുകയും ചെയ്യും. പല വിധമായ ശക്തികളും, ദൈവത്തെ എതിർക്കുന്നതായ ശക്തികളും ദൈവത്തെ അനുസരിക്കുന്നതായ ജനങ്ങളെ വഞ്ചിക്കുന്നതിലേക്ക് ഇനിയും പ്രവചനങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, അല്പസമയത്തേക്ക് ദൈവജനങ്ങളെ അതിൽ നിന്ന്, ആ സത്യത്തിൽ നിന്ന് മറച്ചു പിടിക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. നട്ടുച്ചയ്ക്ക് സൂര്യനെ ആർക്കും മറച്ചു പിടിക്കുവാൻ സാധിക്കാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിറവേറുന്നതായ ഒരു കാലം വരുന്നു എന്നുള്ള ആ വലിയ സത്യം ഇന്നും നിലനിൽക്കുന്നു. പഴയ വിവാദങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തിൽ വീണ്ടും സജീവമാകും. പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കും. കാരണം സാത്താൻ അറിയാം, ഒരു കൂട്ടം ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ മാത്രമേ സാത്താൻ്റെ പദ്ധതികൾ വിജയിക്കൂ എന്നുള്ളത്. അതിനുവേണ്ടി സാത്താൻ ഏതൊരു മാർഗവും അവൻ സ്വീകരിക്കും. അതിനുവേണ്ടി പുതിയ പുതിയ സിദ്ധാന്തങ്ങളും സാങ്കേതിക വിദ്യകളെ കൊണ്ടുവരുമ്പോൾ നമ്മളൊന്നോർക്കുക, 3 ദൂതന്മാരുടെ ദൂത് അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരായ നാം ഭാഗ്യമുള്ളവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹമുള്ളവരാണ്. നമ്മൾക്ക് ലഭിച്ചതായ ഈ ദൂത് നമ്മുടെ കാലത്തേക്കുള്ള ദൂത് ആണെന്ന് മനസ്സിലാകുകയും അതിൽ മുറുകെ പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിത്തീരും. അതോടൊപ്പം തന്നെ ആ വിശ്വാസം അന്ത്യം വരെയും, ആ പ്രത്യാശ അന്ത്യം വരെയും പിടിച്ചുകൊണ്ടിരിക്കുവാനും അതിൽ പാറ പോലെ ഉറച്ചു നിൽപ്പാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ലഭിച്ചതായ ആ ദൂതിൻ പ്രകാരം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് മാത്രമല്ല, നമ്മൾക്കറിയാവുന്ന ഓരോ മക്കളെയും നമ്മൾ ഈ ദൂത്
അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എങ്കിൽ മാത്രമേ ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതായ സാത്താനെ, അവൻ്റെ കൂട്ടാളികളെ നമുക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കൂ. നമ്മളുടെ വിജയം അന്തിമ വിജയമായിരിക്കും. വേറെ ഒരു ശക്തിക്കും ഒരു വിജയം പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മളായിരിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ വിജയമാണ് അന്ത്യമായ വിജയം. അതായിരിക്കും ശാശ്വതമായ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടും തീരുമാനത്തോടു കൂടി നമ്മൾ പോകുന്നുവെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി ഇടയാക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ചോദ്യവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് അല്പസമയം ദൈവചിന്ത നൽകിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് അന്ത്യകാലത്തേക്കുള്ളതാണെന്നും അത് അടിയങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽപ്പാനും അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. ഇന്നത് ശ്രവിച്ചതായ ഓരോ കുഞ്ഞുങ്ങളെയും തിരിച്ചടി സമർപ്പിക്കുന്നു. കർത്താവേ, അന്ത്യകാലത്ത് സാത്താൻ്റെ ശക്തികളിൽ അവർ അടിപ്പെട്ടു പോകാതെ ദൈവത്തെങ്കിൽ ഉറച്ചു നിൽപ്പാനായിട്ട് അവരെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഈ പ്രഭാതത്തിലെ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.